ഇന്ന് ഞാൻ രണ്ട് തരം വടയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ക്യാരറ്റ് വടയും ഗ്രീൻ പീസ് വടയും. അപ്പോൾ ഇത് നമുക്ക് വളരെ പെട്ടെന്ന് ഈവനിങ്ങിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം ഗ്രീൻ പീസ് വട എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് ഗ്രീൻ പീസ് ഞാൻ ഒരു 6-7 മണിക്കൂർ വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈവനിങ്ങിൽ ഉണ്ടാക്കാനാണെങ്കിൽ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം 1 കപ്പ് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു സവാളയാണ്, അത് ചെറുതായി കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി വേണം. നല്ല എരിവുള്ള പച്ചമുളക് 2 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില, ഒരു 5-6 കറിവേപ്പില. ആദ്യം ഈ ഗ്രീൻ പീസ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല. പിന്നെ നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കാനും പാടില്ല. എന്നാൽ വലിയ പീസ് അങ്ങനെ അധികം വലിപ്പമുള്ള പീസുകളും ഉണ്ടാവാൻ പാടില്ല. ഇനി അതിലേക്ക് സവാള ചേർക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുത്തതാണ്. പിന്നെ മല്ലിയില കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണം. ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. അതുപോലെ കരിവേപ്പിലയും ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഈ ഗ്രീൻ പീസിൽ നിന്ന് ഒരു കൊഴുപ്പ് പോലൊക്കെ ഉള്ളതുകൊണ്ട് അത് പിന്നെ നമുക്കത് ഉരുട്ടിയെടുക്കാനൊക്കെ എളുപ്പമാണ്. ഇനി ഇതൊന്ന് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇങ്ങനെ കൈവെള്ളയിലിട്ടിട്ട് ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഈ ഗ്രീൻ പീസ് അധികം നമ്മൾ പേസ്റ്റാക്കി എടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ, പേസ്റ്റാക്കി അധികം എടുക്കുകയാണെങ്കിൽ പിന്നെ ഈ വട ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര സോഫ്റ്റായിരിക്കും. അപ്പോൾ കുറച്ചൊരു ക്രിസ്പി ആയിട്ടുള്ള വടയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഫുള്ളായിട്ട് പേസ്റ്റ് ചെയ്തെടുക്കാത്തത്. അങ്ങനെ എല്ലാ പീസും ഇതുപോലെ ഇങ്ങനെ ഉരുട്ടി പരത്തി എടുക്കണം. ഇനി ഇതൊന്ന് ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാനേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് പരിപ്പ് വട ഉണ്ടാക്കുന്നത്. ഈ ഗ്രീൻ പീസിന് പകരം കടലപ്പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ച് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്ത് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത് നമുക്ക് പരിപ്പ് വട ഉണ്ടാക്കാം. ഇനി ക്യാരറ്റ് വട എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ ക്യാരറ്റാണിത്. അപ്പോൾ ഒരു 1.5 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു സവാള, പിന്നെ 1 കപ്പ് കടലപ്പൊടി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു 3 പച്ചമുളക്, പിന്നെ കുറച്ച് മല്ലിയില, 5-6 കറിവേപ്പില. ആദ്യം ഈ ക്യാരറ്റ് ഒന്ന് നമുക്ക് ഷ്രെഡ് ചെയ്തെടുക്കാണ്ട്. അപ്പോൾ ക്യാരറ്റ് ഷ്രെഡ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തതാണ്. കറിവേപ്പില ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കണം. മല്ലിയിലയും ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. അതൊരു കളറിന് വേണ്ടി മാത്രമാണ്, നിർബന്ധമില്ല. ഇനി നന്നായിട്ട് കൈക്കൊണ്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ സവാളയിൽ നിന്നൊക്കെ ഉള്ള വെള്ളമൊക്കെ അതിലുണ്ടായി വന്നിട്ടുണ്ടാവും. പിന്നെ കടലപ്പൊടി അതിൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ ആവശ്യമില്ല. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ആ ക്യാരറ്റിൽ നിന്നും സവാളയിൽ നിന്നൊക്കെ ഉള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടാവും. പിന്നെ അതിലേക്ക് ഈ കടലപ്പൊടിയും കൂടി ചേർക്കുമ്പോൾ അത് പാകമായി കിട്ടും. പിന്നീട് നമുക്കത് ഉരുട്ടി പരത്തിയെടുക്കണം. ഇതുപോലെ തന്നെ നമുക്ക് ക്യാരറ്റിന് പകരം ക്യാബേജ് എടുത്താൽ ക്യാബേജ് വടയും ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ പരിപ്പ് വടയും ഗ്രീൻ പീസ് വട, ക്യാബേജ് വട, ക്യാരറ്റ് വട, അങ്ങനെ പലതരം വടകളുടെ റെസിപ്പി ഇപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈവനിങ്ങിലൊക്കെ ഇപ്പോൾ പെട്ടെന്ന് ഗസ്റ്റുകളൊക്കെ ആരെയും വരുന്നുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതിൽ ഏതെങ്കിലുമൊക്കെ നമ്മളെ വീട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ അത് വെച്ച് പെട്ടെന്ന് നമുക്കിങ്ങനെ വടകളൊക്കെ വേഗം സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കാം. നല്ല ഓറഞ്ചും പച്ച നിറത്തിലുള്ള വടകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് നല്ല എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് വട ഇട്ട് കൊടുക്കാം. സാധാരണ നമ്മളെല്ലാം ഫ്രൈ ചെയ്യണ പോലെ തന്നെ, അധികം ശ്രദ്ധിക്കേണ്ടതായിട്ടൊന്നുമില്ല ഇതിന്. പിന്നെ ഒന്ന് മീഡിയം സൈസ്, ആദ്യം ഇടുമ്പോൾ ഒന്ന് ഹൈ ഫ്ലെയിമിലും പിന്നീടൊന്ന് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി കൊടുത്താൽ മതി. പിന്നെ 2 സൈഡിലൊന്ന് മൊരിച്ചെടുക്കുക.
എല്ലാവർക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.